അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നാളെ നടക്കുന്ന 3-ാം ക്ലാസ്സിലെ അഖീദയുടെ ചോദ്യപേപ്പറും ഉത്തരങ്ങളുമാണ് ഇവിടെ കാണിക്കുന്നത്. 1. ശരിക്ക് നേരെ ടിക്ക് മാർക്ക് നൽകാം, ശരി എന്ന് അടയാളപ്പെടുത്താം. വിശ്വാസപരമായ കാര്യങ്ങള് ഈമാന് ഇസ്ലാം, ഇതിൽ ഈമാനാണ് ശരി. 2. പ്രധാനികളായ മലക്കുകൾ 10 എന്നുള്ളതാണ് ശരി. 3. കിതാബുകൾ 4. ഖുർആൻ അവതരിച്ചത് 23 വർഷം. നബിമാർ 1,24,000. 6. നമ്മുടെ നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് മരണം എന്നത് മറ്റൊരു ജീവിതത്തിലേക്ക് മാറലാണ്. 2. പൂർത്തിയാക്കാം. പാഠത്തിലെ ഒരു വരി തന്നിട്ട് അതിന്റെ ബാക്കി എഴുതാൻ ചോദിക്കും. പാഠം നന്നായിട്ട് വായിക്കുന്ന കുട്ടികൾക്ക് അത് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാവരും പാഠം നന്നായിട്ട് വായിച്ച് പരീക്ഷയ്ക്ക് പോകേണ്ടതാണ്. 6 ചോദ്യങ്ങളാണ് അങ്ങനെ ഉണ്ടാവുക. ഓരോന്നിനും 2 മാർക്ക് വീതം. സർവ്വലോകത്തിനും അനുഗ്രഹമായിട്ടല്ലാതെ താങ്കളെ നാം അയച്ചിട്ടില്ല. 2. വരാനിരിക്കുന്ന ഡാഷ് അവിടുന്ന് മുൻകൂട്ടി പ്രവചിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന പല കാര്യങ്ങളും അവിടുന്ന് മുൻകൂട്ടി പ്രവചിച്ചിട്ടുണ്ട്. 3. ഇന്നാ നഹ്നു ഡാഷ് ലഹാഫിലൂൻ ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിലൂൻ. 4. തഫ്സീലു അശ്രിൻ മിൻഹുമു ജിബ്രീലു മീകാലു ഇസ്രാഫീലു അസ്രായീലു. ഇത് പാഠത്തിലെ ഒരു ബൈത്താണ്. പല പാഠത്തിലും ബൈത്തുകൾ കൊടുത്തിട്ട് ആ ബൈത്തുകൾ എല്ലാവരും കാണാതെ പഠിക്കണം, എഴുതി പഠിക്കണം. അതിൽ 1-2 ബൈത്തുകൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. 5. ഈമാനുന ബില്ലാഹി വൽ മലായിക വൽ കുത്തുബി വറുസുലി വയൗമ തഹ്ലുക. അതും മലക്കുകളെ കുറിച്ച് പറയുന്ന ബൈത്താണ്. അടുത്തത് ആരാധനക്കറാൻ ഡാഷ് അള്ളാഹു മാത്രമാണ്. സർവലോക രക്ഷിതാവായ അള്ളാഹു മാത്രം ആകുന്നു. 3. പട്ടിക പൂർത്തിയാക്കാം. 1-ാമത്തെ കോളത്തിലെ നബി, 2-ാമത്തെ കളിലെ നബിയുടെ കിതാബ്, 3-ാമത്തത് ഭാഷ. മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബി കൊടുത്ത കിതാബിന്റെ പേര് എഴുതണം, ഭാഷ എഴുതണം. പിന്നെ ഇവിടെ സബൂർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ സബൂർ എന്ന് ഏത് നബിക്കാണ് എന്ന് എഴുതാം, ഭാഷയും എഴുതാം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിക്ക് കിട്ടിയ കിതാബിന്റെ പേരും ഭാഷയും എഴുതാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയാണ് 4 കിതാബുകളും 4 കിതാബ് നൽകിയ നബിമാരുടെ പേരും ആ കിതാബിന്റെ ഭാഷയും നന്നായി പഠിക്കുക. 4-ാമത്തെ ചോദ്യം ഉത്തരം എഴുതാം. ഖബർ സ്വർഗ തോപ്പാകും ആർക്കും? ശരിയായ ഉത്തരം പറഞ്ഞാൽ. 2. നബിയുടെ വരവിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയ ആരെല്ലാം? മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരെല്ലാം. 3. ഉൽ അസ്മുകൾ ആരെല്ലാം? നൂഹ് നബി, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 4. ഖുർആനിനോട് കാണിക്കേണ്ട 3 മര്യാദകൾ എഴുതുക. 1. ഖുർആനിനെ നാം ബഹുമാനിക്കണം. അതിന്റെ മീതെ ഒന്നും വെക്കാവതല്ല. ശുദ്ധി കൂടാതെ അതിനെ തൊടാനോ ചുമക്കാനോ പാടില്ല. 5. പൂരിപ്പിച്ച് ആശയം എഴുതാം. വമാ അർസൽനാക ഡാഷ് ലിൽ ആലമീൻ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ. ഇതിന്റെ അർത്ഥം കൂടി എഴുതണം. സർവ്വലോകത്തിനും അനുഗ്രഹമായിട്ടല്ലാതെ താങ്കളെ നാം അയച്ചിട്ടില്ല. പാഠത്തിൽ കൊടുത്തിരിക്കുന്ന ആയത്ത് ഹദീസ്, അതിന്റെ അർത്ഥങ്ങളും ആയത്ത് ഹദീസുകളും കാണാതെ പഠിക്കുകയും ചെയ്യണം. 6. പരലോക വിശ്വാസത്തിൽപ്പെട്ട 3 കാര്യങ്ങൾ. 1. ഖബർ ജീവിതം. 2. മഹ്ശർ. 3. മീസാൻ. ഏകദേശം ഈ മോഡലിലാണ് പരീക്ഷ ഉണ്ടാകുക. നന്നായിട്ട് പാഠങ്ങൾ വായിക്കുക. തദ്രീബാത്തിലെ ചോദ്യങ്ങള് ഉത്തരങ്ങൾ വായിച്ച് പഠിക്കുക. നാളെ നടക്കുന്ന പരീക്ഷയ്ക്ക് എല്ലാവർക്കും അള്ളാഹു ഉന്നതമായ വിജയം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.